ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ലേഡീസ് ഓൺലി സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ പെൺകുട്ടികളും സ്ത്രീകളും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് മുടി പൊഴിച്ചിൽ. പുരുഷന്മാർക്ക് വരുന്ന പോലെ അല്ല, നീളമുള്ള മുടി ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർക്ക് ഒരുപക്ഷെ മുറിയിലെല്ലാം തന്നെ തറയിൽ കിടക്കുന്നതാണ്. ബാത്റൂമിനകത്താണെന്നുണ്ടെങ്കിൽ ഈവൻ അതിൻ്റെ സൈഡിൽ വരെ പോയി അടിഞ്ഞിരിക്കുന്നതാണ്. ഡെയിലി ചെയ്യുന്ന സമയത്ത് പന്ത് പോലെ മുടി പോകുന്ന സ്ത്രീകളും പെൺകുട്ടികളും ഉൾപ്പെടെയുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മുടി പൊഴിച്ചിൽ വരുന്നതെന്നും ഇത് ഏതൊരു ഏജിലും കാണാറുണ്ട്. ചെറിയ കുട്ടികളിൽ കാണാറുണ്ട്, മുതിർന്നവരിൽ കാണാറുണ്ട്, വയസ്സായവരിലും കാണാറുണ്ട്. ഈ പ്രശ്നം ഓരോ പ്രായത്തിലും എന്തുകൊണ്ട് വരുന്നുവെന്നും ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നും പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമുക്ക് ചെറിയ കുട്ടികളിലുള്ള, അതായത് ഒരു 12 വയസ്സിന് താഴെയുള്ള ചെറിയ കുട്ടികളിലുള്ള മുടി പൊഴിച്ചിലിൻ്റെ കാരണങ്ങൾ നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മുടിക്ക് വേണ്ട ആരോഗ്യ ഘടകങ്ങൾ ഇല്ല എന്നുള്ളതാണ്. നമ്മളൊരു ചെടി വളർത്തുന്നത് പോലെ, ചെടിക്ക് ആവശ്യത്തിന് വെള്ളവും വളവും കൊടുക്കുന്ന പോലെ നമ്മുടെ മുടി വളരണം എന്നുണ്ടെങ്കിലും നമുക്ക് അതിന് വേണ്ട ന്യൂട്രിയൻസ് കൊടുക്കണം. ഒരാളുടെ ശരീരത്തിൽ, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും, ആവശ്യത്തിന് ന്യൂട്രിയൻസ് എത്തുന്നുണ്ട്, ഭക്ഷണങ്ങൾ എത്തുന്നുണ്ട്, ശരീരത്തിന് ഡെഫിഷ്യൻസി ഒന്നുമില്ല എന്ന് കാണിക്കുന്ന പ്രധാന സൈനാണ് നമ്മുടെ സ്കിന്നിൻ്റെ തിളക്കവും നമ്മുടെ മുടിയുടെ ആരോഗ്യവും. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് മുടി പൊഴിയുന്നുണ്ടെങ്കിൽ ആദ്യം സംശയിക്കേണ്ടത് അവർക്ക് രക്തക്കുറവുണ്ടോ, അവരുടെ ശരീരത്തിൽ വിരശല്യം കൂടുതലായിട്ടുണ്ടോ, അവർക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടോ, അതായത് ആവശ്യത്തിന് ഇരുമ്പ് ശരീരത്തിൽ കിട്ടുന്നില്ല, രക്തം ഉണ്ടാകാത്ത ഘടകങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അടുത്ത പ്രോബ്ലം സിങ്കിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളതാണ്. തീർന്നില്ല, പ്രോട്ടീൻ ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനും ഉണ്ട്. പലപ്പോഴും കുട്ടികളോട് ഇറച്ചി, മീൻ, മുട്ടയെല്ലാം കഴിക്കാൻ പറയുമ്പോൾ മടിയാണ്, പേരിന് എന്തെങ്കിലും കഴിച്ചു എന്ന് വരുത്തിയിട്ട് പോകും. എന്നാൽ ചെറിയ കുട്ടികൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഘടകങ്ങളെന്ന് പറയുന്നത് കാൽഷ്യവും പ്രോട്ടീനുമാണ്. ഈ പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി കൊച്ചുകുട്ടികളിലുണ്ടെങ്കിൽ മുടി പെട്ടെന്ന് പൊട്ടിപ്പോവുകയും മുടിക്കൊരു തിളക്കമില്ലാത്ത അവസ്ഥയും നേർത്ത മുടിയായിട്ട് വരുന്നതും കാണാൻ പറ്റും. ചില മാതാപിതാക്കൾ പറയും, എൻ്റെ കുട്ടി ശുദ്ധ വെജിറ്റേറിയനാണ്, ആ കുട്ടി നാച്ചുറൽ ഫുഡ് മാത്രമാണ് കഴിച്ച് വളരുന്നതെന്നൊരു രീതി പറയും. എന്നാൽ മനസ്സിലാക്കുക, മനുഷ്യർ എന്ന് പറയുന്നത് അങ്ങനെ വെജിറ്റേറിയൻസ് അല്ല. വെജിറ്റേറിയനും ഫുഡും നോൺ വെജിറ്റേറിയൻ ഫുഡും മിക്സ്ഡായിട്ട് ഇടകലർത്തി കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും പ്രോട്ടീനിൻ്റെ ഏറ്റവും ബേസിക് സോഴ്സായിട്ടുള്ള നോൺ വെജ്, മീൻ, മുട്ട, ഇറച്ചി എന്നിവ ചെറിയ കുട്ടികളെ കഴിപ്പിച്ച് ശീലിച്ചില്ല എങ്കിൽ അവർക്ക് ഒരു പരിധിവരെ വളരുന്ന സമയത്ത് മുടി മാത്രമല്ല, സ്കിന്നിൻ്റെ ആരോഗ്യക്കുറവ്, ശരീരത്തിന് പലതരത്തിലുള്ള പ്രോബ്ലംസ്, മസിലിൻ്റെ പ്രോബ്ലംസ് എല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചെറിയ കുട്ടികൾക്ക് ഈ പറയുന്ന പ്രോബ്ലംസ് കൂടാതെ തന്നെ പലപ്പോഴും അമിതവണ്ണമുണ്ടെങ്കിൽ, ആ കുട്ടികളുടെ ശരീരത്തിൽ ചെറിയ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ വന്നു കഴിഞ്ഞിരുന്നാലും മുടിക്ക് ഉള്ളു കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം കണ്ടുവന്ന് വരാം. ഇതുമാത്രമല്ല, തൈറോയ്ഡ് ഹോർമോണിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിലും ഈ കുട്ടികൾക്ക് ഇതേ പ്രശ്നം തന്നെ കണ്ടുവന്ന് വരാം. ഇനി ടീനേജിൽ, അതായത് മാസമുറ ആയി തുടങ്ങി ഒരു 12-13 വയസ്സ് മുതൽ ഒരു 20-22 വയസ്സ് വരെയുള്ള കുട്ടികളിൽ മുടി പൊഴിച്ചിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ പറഞ്ഞുതരാം. പ്രധാനമായിട്ടും ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളുടെ രീതി എന്ന് പറയുന്നത് അവർ കൂടുതലും സൗന്ദര്യം, ഓവർ കോൺഷ്യസ് ആണ്. പലപ്പോഴും ശരീരം മെലിഞ്ഞിരിക്കുന്നതിന് വേണ്ടി ആവശ്യത്തിന് ന്യൂട്രിയൻ ഫുഡ് കഴിക്കാത്തത് ഒരു പ്രധാന കാരണമാണ് മുടി പൊഴിച്ചിലുണ്ടാക്കിയെന്ന് വരാം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈലിൽ വരുന്ന കുത്തനെയുള്ള വ്യത്യാസമാണ്. കഠിനമായ പഠിത്തത്തിലുള്ള സ്ട്രെസ്സ്, ഈ സ്ട്രെസ്സ് കുട്ടികളെ മുടിയെ ബാധിച്ചു എന്ന് വരാം. രാത്രി വളരെ ലേറ്റായിട്ട് ഉണർന്നിരിക്കുക, ഉറക്കം ഇല്ലാതിരിക്കുക പോലുള്ള സാഹചര്യങ്ങൾ മുടിയെ ബാധിച്ചു എന്ന് വരാം. കൂടാതെ ഇത്തരം കുട്ടികൾക്ക് ഉണ്ടാകുന്ന ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്സ്, അവരുടെ ലൈഫിനകത്തുണ്ടാകുന്ന പ്രോബ്ലംസ്, വിഷമങ്ങൾ, ഇതും മുടി പൊഴിച്ചിലിന് കാരണമായി തീരും. ഇതുകൂടാതെ അവർക്കുണ്ടാകുന്ന ഹോർമോണൽ വ്യത്യാസങ്ങൾ, തൈറോയ്ഡ് ഹോർമോണിൻ്റെ വ്യത്യാസം, പ്രത്യേകിച്ച് ടീനേജ് തുടങ്ങുമ്പോൾ, മാസമുറ ആയി തുടങ്ങുന്ന സമയത്ത് പെൺകുട്ടികളുടെ ശരീരത്തിൽ ഹോർമോൺസിന് മൊത്തത്തിലൊരു ഇംബാലൻസ് വരും. ഇത് ശരിയായി വരുന്നതിന് 1 വർഷം വരെ സമയമെടുത്തു എന്ന് വരാം. ഈ ഒരു സമയത്ത് ചിലപ്പോൾ നോക്കുന്ന സമയത്ത് ഈ TSHനകത്തെല്ലാം ചെറിയ വേരിയേഷൻ, തൈറോയ്ഡ് ഹോർമോണിനൊക്കെ വേരിയേഷൻ കണ്ടുവന്ന് വരാം. ഇടയ്ക്കൊന്ന് വണ്ണം വെച്ചിട്ട് വീണ്ടും മെലിയുന്നതാണ്. പീരീഡ്സ് ആകും, ബ്ലീഡിങ് ഇത്തിരി കൂടുതൽ കണ്ടുവന്ന് വരാം. ഈ സാഹചര്യത്തിലെല്ലാം ഈ ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് അവർക്ക് മുടി പൊഴിച്ചിലും ഒരല്പം കൂടുതൽ കണ്ടുവന്ന് വരാറുണ്ട്. ഇതുകൂടാതെ പലപ്പോഴും ഈ കുട്ടികൾ വീട്ടിൽ നിന്നും ഹോസ്റ്റലിൽ മാറി നിന്ന് താമസിച്ച് പഠിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഹോസ്റ്റലിലേക്ക് പെൺകുട്ടികൾ മാറി നിൽക്കുന്ന സമയത്ത് അവരുടെ ഭക്ഷണ രീതി മാറുന്നു, കഴിക്കുന്ന ഭക്ഷണത്തിൽ ന്യൂട്രിയൻസിന് വ്യത്യാസം വരുന്നു, മുടിക്ക് കെയർ ഗണ്യമായിട്ട് കുറഞ്ഞു പോകുന്നു, മുടി പൊഴിച്ചിലും ഉണ്ടായി എന്ന് വരാം. ഇതുകൂടാതെ ഇപ്പോൾ ഹോസ്റ്റലിൽ ഇരിക്കുന്ന ഭാഗം മറ്റൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവർ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിലെ മിനറലുകളിൽ വ്യത്യാസം വന്നിരുന്നാലും മുടി പൊഴിഞ്ഞു എന്ന് വരാം. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ വളർന്ന ഒരു പെൺകുട്ടി ബാംഗ്ലൂർ പോകുന്നു, അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്ത് പോയി, തമിഴ്നാട്ടിലൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് അവിടുത്തെ വെള്ളത്തിന് ഹാർഡ് വാട്ടർ ആണെങ്കിലോ, ഇല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ കണ്ടൻസിനകത്ത് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിലോ അതിൻ്റെ ഭാഗമായിട്ട് മുടി പെട്ടെന്ന് ഒന്ന് പൊഴിഞ്ഞു എന്ന് വരാം. എന്നാൽ 2-3 മാസം കൊണ്ട് അതൊന്ന് വീണ്ടും അഡ്ജസ്റ്റായി വരാറുണ്ട്. ഇതുകൂടാതെ മൂക്കുരുവിന് വേണ്ടി അവർ ചെയ്യുന്ന ചികിത്സകൾ പലപ്പോഴും ഈ മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് കൊണ്ട് മുടി പൊഴിച്ചിലുണ്ടായി എന്ന് വരാം.
ഏറ്റവും കൂടുതൽ പെൺകുട്ടിയെ ബാധിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്. പെൺകുട്ടികൾക്ക് ഹോർമോൺസിൻ്റെ ചെറിയ ഏറ്റക്കുറച്ചിൽ കൊണ്ട് ഒരുപക്ഷേ പീരീഡ്സ് റെഗുലറായിട്ട് വരാത്ത സാഹചര്യം ഉണ്ടാകുകയും മൂക്കുരു ഒരുപാടായിട്ട് വരികയും പെൺകുട്ടികൾ വണ്ണം വയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവർക്ക് മുടി കൂടുതലായിട്ട് പൊഴിഞ്ഞു പോകുന്ന സിറ്റുവേഷൻ വരാം. മുടി അലസമായിട്ട് കെട്ടിവെക്കുന്ന ഒരു രീതി കൊണ്ടും ഈ പെൺകുട്ടികൾക്ക് മുടി പൊഴിഞ്ഞു എന്ന് വരാം. പലപ്പോഴും മുടി പുറകിലേക്ക് പിടിച്ച് ചീകി കെട്ടിവെച്ച് ടൈറ്റായിട്ട് കെട്ടിവെക്കുന്ന സമയത്ത് ഫ്രണ്ടിലുള്ള മുടിക്ക് പുറകിലേക്ക് ഒരു പുള്ളിങ് എഫക്റ്റ് വരികയും ട്രാക്ഷൻ ഉണ്ടാകുകയും ഇതിന് ട്രാക്ഷൻ അലോപേഷ്യ എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ മുടിയെ ബാധിക്കുന്ന ചില ഓട്ടോഇമ്യൂൺ രോഗങ്ങളുണ്ട്. ഓട്ടോഇമ്യൂൺ അലോപേഷ്യ ഏരിയേറ്റ എന്നൊക്കെ വിളിക്കുന്ന തലമുടി വട്ടത്തിന് പൊഴിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ വരാം. ഇല്ലെങ്കിൽ തലയോട്ടിയിൽ വരുന്ന ചില ഫംഗൽ ഇൻഫെക്ഷൻ, പ്രത്യേകിച്ച് ഹോസ്റ്റലിലൊക്കെ ജീവിക്കുന്ന പെൺകുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. ഈ സ്കാൽപ്പിൽ വരുന്ന പുഴുക്കടി പോലുള്ള ടിനിയ ക്യാപിറ്റിസ് എന്ന് വിളിക്കുന്ന അവസ്ഥ കണ്ടുവന്ന് വരാം. തലയോട്ടിയിൽ വരുന്ന ചിലയിനം ഫംഗസ് ബാധകളുണ്ട്. നമ്മൾ വളരെ കോമൺ ആയിട്ട് താരൻ എന്ന് വിളിക്കുന്ന സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് മുടി പൊഴിച്ചിലുണ്ടായി എന്ന് വരാം. ഇങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് പെൺകുട്ടികൾക്ക് ഈ ഒരു സമയത്ത് മുടി പൊഴിച്ചിൽ വന്നു എന്ന് വരാം. ഇതുകൂടാതെ പീരീഡ്സ് മാറ്റി വയ്ക്കുന്നതിന് വേണ്ടിയോ ബ്ലീഡിങ് പീരീഡ്സ് നേരത്തെ വരുന്നതിന് വേണ്ടിയൊക്കെ കഴിക്കുന്ന ചില ഹോർമോൺ മരുന്നുകളോ ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു 20-22 വയസ്സിൽ നേരത്തെ കല്യാണം കഴിക്കുന്ന പെൺകുട്ടികൾ എടുക്കുന്ന ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്, ഗർഭനിരോധന ഗുളികകൾ കഴിക്കുന്നതുകൊണ്ടോ മുടി പൊഴിച്ചിൽ ചിലപ്പോൾ കണ്ടുവന്ന് വരാറുണ്ട്. ഇനി ഒരു 20 വയസ്സ് മുതൽ ഒരു 40-45 വയസ്സ് വരെയുള്ള സ്ത്രീകളുടെ മുടി പൊഴിച്ചിലിൻ്റെ കാരണങ്ങൾ പറഞ്ഞുതരാം. ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു പ്രായത്തിൽ ഒരു 20-22 വയസ്സൊക്കെ ആകുന്ന സമയത്ത് പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ പലതരത്തിലുള്ള ഹെയർ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാറുണ്ട്. മുടി നിവർത്തുന്നതിന് വേണ്ടിയോ മുടിക്ക് കളർ ചെയ്യുന്നതിന് വേണ്ടിയോ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റുകൾ, ഇങ്ങനെ തലയോട്ടിയിൽ ചെയ്യുന്ന പലവിധ ഇപ്പോൾ ബ്യൂട്ടി പാർലറുകളിൽ പോയിട്ടോ അല്ലെങ്കിൽ ബ്യൂട്ടി ക്ലിനിക്കുകളിൽ പോയിട്ടോ ചെയ്യുന്ന ചികിത്സകൾ, അതുപോലെ തലയോട്ടിയിൽ ഉപയോഗിക്കുന്ന പലയിനം രാസവസ്തുക്കൾ, ഇവയുടെ സൈഡ് എഫക്റ്റായിട്ട് മുടി പെട്ടെന്ന് പൊഴിഞ്ഞു പോയി എന്ന് വരാറുണ്ട്. ഇതുകൂടാതെ പലപ്പോഴും ഈ ഒരു സമയത്ത് പെൺകുട്ടികൾ ഓവറായിട്ടുള്ള ടെൻഷൻസ് ഉണ്ടായി എന്ന് പറയാം. ഇപ്പോൾ ഒരുപക്ഷെ വീട്ടിലുള്ള പ്രോബ്ലംസ്, കുടുംബത്തിലുള്ള പ്രോബ്ലംസ്, അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള പ്രോബ്ലംസ്, പ്രണയ നൈരാശ്യങ്ങൾ, ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ക്രോണിക് സ്ട്രെസ്സ്, ഇല്ലെങ്കിൽ ജോലി സ്ഥലത്തുണ്ടാകുന്ന ഓവറായിട്ടുള്ള ടെൻഷൻ സാഹചര്യങ്ങൾ, ഇതെല്ലാം ക്രോണിക് സ്ട്രെസ്സ് മുടി പൊഴിച്ചിലിന് കാരണമാകും. ഉറക്കമില്ലായ്മ മുടി പൊഴിച്ചിലിന് കാരണമാകാറുണ്ട്. ആങ്സൈറ്റി, ഡിപ്രഷൻ പോലുള്ള അവസ്ഥകൾ മുടി പൊഴിച്ചിലിന് കാരണമാകാറുണ്ട്. ഇതുകൂടാതെ കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ്, ഗർഭാവസ്ഥയാകുന്ന സമയത്ത് ഈസ്ട്രജൻ പെട്ടെന്ന് കൂടുന്നു. ഡെലിവറി കഴിയുന്ന സമയത്ത് പെട്ടെന്ന് ഹോർമോണൽ ചേഞ്ച് വരുമ്പോൾ മുടി കൂടോടുകൂടി പൊഴിഞ്ഞങ്ങ് പോയി എന്ന് വരാം. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, ഈ പ്രസവം കഴിഞ്ഞിട്ട് പല സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ചില മാനസിക മൂഡ് സ്വിങ്സ് എന്ന് പറയുന്ന അവസ്ഥ, പോസ്റ്റ്പാർട്ടം ബ്ലൂസ് എന്നാണ് ഇതിന് പറയുന്നത്. ഈ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന പെട്ടെന്ന് വരുന്ന മുടി പൊഴിച്ചിൽ, ഇതെല്ലാം ഈ ഒരു സമയത്ത് സംഭവിച്ചു എന്ന് വരാം. ഇതുകൂടാതെ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ പെട്ടെന്നുകൊണ്ട് വണ്ണം വയ്ക്കുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ്, തൈറോയ്ഡ് ഹോർമോണിൻ്റെ വേരിയേഷൻസ്, ഇതെല്ലാം മുടി പൊഴിച്ചിലിന് കാരണമാകാറുണ്ട്. പലപ്പോഴും കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാകാത്ത സ്ത്രീകൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പലവിധ ഹോർമോണുകൾ ശരീരത്തിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും മുടി പൊഴിച്ചിൽ ഉണ്ടായി എന്ന് വരാം. പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥ പലപ്പോഴും ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രശ്നമാണിത്. അതായത് പീരീഡ്സ് കറക്റ്റായിട്ട് വരത്തില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമല്ല, അവർക്ക് ശരീരത്തിലുള്ള സ്ത്രീ ഹോർമോൺ ഈസ്ട്രജൻ അല്പം കുറഞ്ഞിട്ട് പുരുഷ ഹോർമോണായിട്ടുള്ള ആൻഡ്രോജൻ അല്പം കൂടി വരുന്നതുകൊണ്ടുള്ള അപകടം എന്ന് പറയുന്നത് തലയിൽ ഈ ഒരു ഭാഗത്ത്, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് കഷണ്ടി വരുന്ന പോലല്ല, സ്ത്രീകൾക്ക് ഞാൻ ഈ കാണിക്കുന്ന ഭാഗമില്ല, ഇത്രയും ഭാഗത്ത് മുടിക്ക് കട്ടി കുറഞ്ഞു വരികയും നേർത്ത് വരികയും നമുക്ക് തലയോട്ടി കാണാൻ പറ്റുന്ന ഒരവസ്ഥ വരികയും ചെയ്യും. ആൻഡ്രോജനിക് അലോപേഷ്യ എന്നാണ് ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേര്. ഇതും ഈ ഒരു സമയത്ത് ഒരു 25 മുതൽ 45 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ ഈ പറഞ്ഞ പലവിധ സാഹചര്യങ്ങളും ഇതുകൂടാതെ തലയോട്ടിയെ ബാധിക്കുന്ന ചിലവിധ രോഗങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലോപേഷ്യ ഏരിയേറ്റ പോലുള്ള രോഗങ്ങൾ ബാധിച്ചിരുന്നാലോ ഇല്ലെങ്കിൽ തലയോട്ടിയിൽ വരുന്ന ചില സ്കിൻ കംപ്ലയിൻസ്, സോറിയാസിസ് പോലുള്ള അവസ്ഥകളുണ്ടെങ്കിലോ മുടി പൊഴിഞ്ഞു എന്ന് വരാം. പലവിധ രോഗങ്ങൾക്ക് ചികിത്സയിലെടുക്കുന്നവർക്ക് മരുന്നിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് മുടി പൊഴിഞ്ഞു എന്ന് വരാം. ഉദാഹരണത്തിന് ആർത്രൈറ്റിസിന് കഴിക്കുന്ന മരുന്നുകൾ, ക്യാൻസറിന് ചെയ്യുന്ന കീമോതെറാപ്പി, റേഡിയോതെറാപ്പി പോലുള്ള ചികിത്സകൾ, ശരീരത്തിൽ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ചില മേജർ സർജറീസ്, ഓപ്പറേഷൻസ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഭാഗമായിട്ട് കണ്ടുവന്ന് വരാം. ചിലവിധം രോഗങ്ങൾ, പ്രത്യേകിച്ച് അക്യൂട്ടായിട്ട് വരുന്ന ഡെങ്കുപ്പനി പോലുള്ള രോഗങ്ങൾ, ചിക്കൻ ഗുനിയ അല്ലെങ്കിൽ ചിക്കൻ ബോക്സ് പോലുള്ള വൈറസ് രോഗങ്ങൾ, ഈ രോഗങ്ങളുടെ ഭാഗമായിട്ട് രോഗം വന്നു മാറി 1 മാസം കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് മുടി പൊഴിച്ചിൽ കണ്ടുവന്ന് വരാം. ഇങ്ങനെ പലവിധ സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് മുടി പൊഴിഞ്ഞു എന്ന് വരാം. ഇനി ഒരു 45 മുതൽ അങ്ങോട്ടേക്ക് വാർദ്ധക്യത്തിലേക്ക് സ്ത്രീകൾക്ക് മുടി പൊഴിയുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയെന്നറിയോ? ഏറ്റവും പ്രധാനമായിട്ട് ഒരു പ്രായം കഴിയുമ്പോൾ ഒരു 40 വയസ്സ് അങ്ങോട്ട് കഴിയുന്ന സമയത്ത് സ്ത്രീകൾക്ക് അവരുടെ ശരീരത്തിലുള്ള സ്ത്രീ ഹോർമോൺ ഈസ്ട്രജൻ്റെ അളവ് ക്രമേണ കുറഞ്ഞു വരും. ഈ
ഈസ്ട്രജൻ്റെ അളവ് കുറഞ്ഞു വരുന്ന സമയത്ത് അവരുടെ മുടിയുടെ ആരോഗ്യം കുറയുകയും മുടി കട്ടി കുറഞ്ഞു വരികയും ചെയ്യും. ഈ കട്ടി കുറഞ്ഞു വരുന്ന സമയത്ത് പലപ്പോഴും അവർ പിടിച്ചു കെട്ടുമ്പോഴോ ആവശ്യത്തിന് ഭക്ഷണം ശരിയായിട്ട് കഴിക്കാത്ത സാഹചര്യം ഉണ്ടെങ്കിലോ ഇവർക്ക് മുടി അങ്ങ് പൊഴിഞ്ഞു പോയി എന്ന് വരാം. പലപ്പോഴും ആവശ്യത്തിന് ന്യൂട്രിയൻസ്, പ്രത്യേകിച്ച് കാൽഷ്യം, പ്രോട്ടീൻസ്, സിങ്ക്, മെഗ്നീഷ്യം പോലുള്ളവയുടെ ഡെഫിഷ്യൻസി വന്നിരുന്നാൽ ഈ മുടി പെട്ടെന്ന് ഇവർക്ക് ഊരി പോയി എന്ന് വരാം. തൈറോയ്ഡ് ഹോർമോണിൻ്റെ വേരിയേഷൻ പോലെ തന്നെ ഇവരുടെ ശരീരത്തിനെ ബാധിക്കുന്ന പലവിധ ഹോർമോണൽ ചേഞ്ചസും അവർക്ക് മുടി പൊഴിച്ചിലിന് കാരണമായി തീരാറുണ്ട്. മാത്രമല്ല മെനോപോസ് എന്ന് വിളിക്കുന്ന സ്ത്രീകളുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ച്, അവരുടെ മാസമുറ നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വാർദ്ധക്യം എന്ന് പറയുന്ന ഒരു അവസ്ഥ അവരുടെ സ്കിന്നിനെ ബാധിക്കുന്നു. പലപ്പോഴും സ്കിന്നിൽ വരുന്ന ചുളിവുകൾ, സ്കിന്നിൻ്റെ അടിയിലുള്ള കട്ടി കുറയുന്നു, സ്കിന്നിലുള്ള കൊളാജൻ ഡെപ്പോസിറ്റ് കുറയുന്നു. ഇതേ സിറ്റുവേഷൻ തന്നെ മുടിയിലും തലയോട്ടിയിലും സംഭവിച്ചു എന്ന് വരാം. മുടിയുടെ ആരോഗ്യം കുറയുകയും മുടി നേർത്തു വരികയും മുടി പൊട്ടിപ്പോവുക, ഊരിപ്പോവുകയൊക്കെ ചെയ്തു എന്ന് വരാം. ഈ ഒരു സമയത്ത് ശരിയായിട്ട് കെയർ ചെയ്യുന്നില്ല എങ്കിൽ പലപ്പോഴും മുടി നേർത്ത്, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കോഴിവാല് പോലെയായിട്ട് പല സ്ത്രീകളും മുടി കട്ട് ചെയ്ത് ഉള്ള മുടി കെട്ടി നിർത്തുന്ന ഒരു സാഹചര്യവും കണ്ടു എന്ന് വരാം. അവർ പറയും, പണ്ട് എനിക്ക് പനങ്കൊല പോലെ മുടി ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ എന്താണ് ഒന്നും കാണുന്നില്ല, മുഴുവൻ പോയി. ഇത് മാത്രമല്ല ജീവിതത്തിലെ പലവിധ സാഹചര്യങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിൽ ഹസ്ബൻഡിനും കുട്ടികൾക്ക് വരുന്ന പ്രോബ്ലംസ്, ഉറക്കമില്ലായ്മ, ആങ്സൈറ്റി പോലുള്ള പ്രോബ്ലംസ്, മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ഏതൊരു സിറ്റുവേഷനും ഇവർക്ക് മുടി പൊഴിച്ചിൽ തന്നെ ആദ്യത്തെ ലക്ഷണമായിട്ട് കാണിക്കാറുണ്ട്. കൂടാതെ വാർദ്ധക്യ സഹജമായിട്ട് വരുന്ന പലവിധ രോഗങ്ങൾ, ശരീരത്തിനെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യാൻ പറ്റാതെ വരുന്ന, ഇതെല്ലാം മുടി പൊഴിച്ചിൽ ഉണ്ടാക്കാറുണ്ട്. ഇനി ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് പറഞ്ഞുതരാം. ഓരോ പ്രായത്തിലും ഇതിന് വേണ്ട ആഹാരക്രമം, അത് ഏത് കാരണം കൊണ്ടാണ് മുടി പൊഴിച്ചിൽ ഉണ്ടാകുന്ന നോക്കുക. കൊച്ചുകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വെജ്, നോൺ വെജ് ഫുഡ്, ആവശ്യത്തിന് പ്രോട്ടീൻ, കാൽഷ്യം, മെഗ്നീഷ്യം പോലുള്ള ഘടകങ്ങൾ നൽകാനായിട്ട് നോക്കുക. അവരുടെ നന്നായിട്ട് ഓടിക്കളിച്ച് അവരുടെ ശരീരത്തിൽ ഹോർമോണൽ ഇംബാലൻസ് വരുന്നില്ല, വണ്ണം വയ്ക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ നോക്കുക. ടീനേജിലാണെങ്കിലും മുന്നോട്ട് പോകുമ്പോഴാണെങ്കിലും അവർക്ക് പലപ്പോഴും ഈ മാർക്കറ്റിൽ കിട്ടുന്ന പലവിധ പ്രോഡക്ട്സ് വാങ്ങി തലയിൽ പരീക്ഷിക്കാനോ മൂത്ത് തേക്കാനോ ഒക്കെയുള്ള ഒരു ടെൻഡൻസി കാണും. ഇങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന ദിവസം നിങ്ങൾക്കൊരു ഗുണം ചെയ്യുന്നല്ലാതെ പിറ്റേ ദിവസം മുതൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് വരും എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നോക്കുക. തലയോട്ടിയിൽ വരുന്ന രോഗാവസ്ഥകൾ, പ്രത്യേകിച്ച് അലോപേഷ്യ പോലുള്ള അവസ്ഥകളുണ്ടെങ്കിൽ അതിനെ ചികിത്സിച്ച് മാറ്റാൻ നോക്കുക. മുടി പൊഴിച്ചിൽ വിട്ടുമാറാതെ നിൽക്കുന്നതിന്, അതേപോലെ ഈ അലോപേഷ്യ പോലുള്ള അവസ്ഥകൾക്കെല്ലാം ഹോമിയോപ്പതിയിൽ നല്ല മരുന്നുണ്ട്. തലയോട്ടിയിൽ വരുന്ന ഡെർമറ്റൈറ്റിസ്, താരൻ പോലുള്ള അവസ്ഥകൾക്കും അത് കാരണം ഉണ്ടാകുന്ന മുടി പൊഴിച്ചിലിന് ഹോമിയോപ്പതിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെസ്പോൺസ് കിട്ടി നല്ല രീതിക്ക് മുടി വളർത്തിക്കൊണ്ട് വരാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വളരുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന തൈറോയ്ഡ് ഹോർമോൺ വ്യത്യാസം, ശരീരത്തിലുണ്ടാകുന്ന മറ്റ് ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ടുള്ളതും നമുക്ക് ചികിത്സയിലൂടെ മാറ്റിയെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഇന്ന് സ്ത്രീകളെയും പെൺകുട്ടികളെയും അലട്ടുന്ന വലിയൊരു പ്രശ്നമായതുകൊണ്ട് തന്നെയാണ് ലേഡീസ് ഓൺലിയുടെ ഈ ഒരു എപ്പിസോഡിൽ ഈ മുടി പൊഴിച്ചിലിൻ്റെ കാരണങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത്. ഇത് എല്ലാ കുടുംബത്തിൻ്റെയും എല്ലാ വീട്ടമ്മമാരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യും. ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.